ഹായ്, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 4, 5, 6 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സ്ത്രീ സൗഹൃദവും സുരക്ഷിതവുമാക്കാനായി രൂപീകരിക്കുന്ന പദ്ധതി ഗ്രീൻ മാർഷൽസ്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ 101ാമത്തെ റംസാർ സൈറ്റ് ഏതാണ്? ഗ്ലാവ് തടാകമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അടുത്തത് ഒരു ഇൻഡെക്സ് ആണ്, എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് അഥവാ പരിസ്ഥിതി പ്രകടന സൂചിക. 2026 ഇന്ത്യയുടെ റാങ്ക് 176. 177 രാജ്യങ്ങളുടെ പട്ടികയിൽ 176ാം സ്ഥാനത്താണ് ഇന്ത്യ. 1ാം സ്ഥാനം എസ്റ്റോണിയ, 2 ലക്സംബർഗ്, 3 UK. അടുത്ത ചോദ്യം: ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത വർഷ അശോക് അഗ്ലാവെ. ഈ GSAയുടെ ആസ്ഥാനം വരുന്നത് കൊൽക്കത്തയിലാണ്. അടുത്തത്: യുവാക്കളിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രചാരണ പരിപാടി ഏതാണ്? കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ നിലക്കടലാ ഗ്രാമം എലപ്പുള്ളി. എലപ്പുള്ളി എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം: പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിൻ്റെ പുതിയ പേര്. പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിൻ്റെ പുതിയ പേര് റിപ്പബ്ലിക് ഓഫ് നവേറോ. അടുത്തത്: ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച് UK സർക്കാരിൻ്റെ ചീഫ്നിങ് ഫെലോഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി റഷം ഫാത്തിമ. അടുത്ത ചോദ്യം: വനിതകളുടെ ടൂർ ദെ ഫ്രാൻസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യക്കാരി. വനിതകളുടെ ടൂർ ദെ ഫ്രാൻസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യക്കാരി ഹർഷിത ജക്കർ. ടൂർ ദെ ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പാണ്. ഇനി 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ്. അതായത് ഇന്ത്യയിലാണ് നടക്കുന്നത്. അഹമ്മദാബാദ് 2030 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2026 നടന്നത് എവിടെയായിരുന്നു? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. ഇനി ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നത് 2010 ന്യൂഡൽഹിയിൽ വെച്ചിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഇനി കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം: കോമൺവെൽത്ത് ഗെയിംസിലെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള ഡേവിഡ് ഡിക്സൺ അവാർഡ് നേടിയതാര്? ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള അവാർഡിൻ്റെ പേരാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ്. അത് ലഭിച്ചത് മെലാനി വുഡ്സിനാണ്. അവർ പാരാ അത്ലറ്റ് താരമാണ്. T54 വിഭാഗത്തിൽ 1500 മീറ്ററിലും അതുപോലെ തന്നെ 400 മീറ്ററിലും സ്വർണം നേടി. അടുത്തത്: ബാബറി മസ്ജിദ് തകർത്തതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിച്ച കമ്മീഷൻ്റെ തലവൻ ഏതാണ്? ജസ്റ്റിസ് MS ലിബർഹാൻ. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. അടുത്ത ചോദ്യം ഒരു മെഡലാണ്. കോസ്പാർ വിക്രം സാരാഭായ് മെഡൽ 2026 ജേതാവ്. കോസ്പാർ വിക്രം സാരാഭായ് മെഡൽ 2026 ജേതാവ് അന്നപൂർണി സുബ്രഹ്മണ്യം. മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞയാണ് അന്നപൂർണി സുബ്രഹ്മണ്യം. ഇനി അവയവദാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവയവദാനത്തിന് ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് തമിഴ്നാടാണ്. ഇനി ക്ലൗഡഡ് ലിയോപാഡിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി മേഘാലയ രൂപീകരിച്ച പദ്ധതിയുടെ പേര്. ക്ലൗഡഡ് ലിയോപാഡിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി മേഘാലയ രൂപീകരിച്ച പദ്ധതിയാണ് മിഷൻ ക്ലൗഡഡ് ലിയോപാഡ്. ഏതാണ്? മിഷൻ ക്ലൗഡഡ് ലിയോപാഡ്. ഈ ക്ലൗഡഡ് ലിയോപാഡ് മേഘാലയയുടെ സംസ്ഥാന മൃഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കറണ്ട് അഫെയേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ള കറണ്ട് അഫെയേഴ്സ്. താങ്ക് യു.